അപ്പോൾ സകല രോഗത്തിന് സൗഖ്യമാണ്. രോഗത്തിന് ലിസ്റ്റിൽ പെടാത്ത ഒന്നും ഇവിടെയില്ല. ഏത് രോഗത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നോ, ഇത് മുമ്പ് ഉണ്ടായിരുന്ന രോഗം ഇത് വന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഓരോ ദിവസവും ഓരോ രോഗങ്ങൾ പൊട്ടിമുളപ്പിച്ചുകൊണ്ടിരിക്കും. ഈ സകല രോഗത്തിൻ്റെ പരിഹാരം യേശുവിൻ്റെ മക്കളുണ്ട്. ഞാനങ്ങനെ വിശ്വസിക്കുന്നതാണ്. ദൈവത്തിൽ ഒന്നും അസാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന വയ്യ. അതേ കാര്യം പനിയെ പോക്കുന്ന ദൈവമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ദൈവം സൗഖ്യമാകാൻ കഴിയും. മാരകമായ രോഗം വന്നാലും നമുക്ക് വിധി എഴുതി പോകും. ഇത് ഇന്നത്തെ വിധത്തിലേക്ക് ആയിട്ട്. കാരണം എന്നാൽ ദൈവത്തിൻ്റെ പരിമിതിപ്പെടുത്തിയാണ്. ദൈവത്തിൻ്റെ സകല വലുപ്പത്തെ കുറയ്ക്കാണ് ചെയ്യും. ദൈവത്തെ ഏത് രോഗത്തിനും സൗഖ്യമാക്കാൻ കഴിയുന്ന കാഴ്ചപ്പാടും വെളിപ്പാടും നമുക്ക് വേണം. ആണെങ്കിൽ വൻകാലിക ദേശത്ത് പുരട്ടിവാൻ തമ്മിൽ പുരട്ടിവാൻ ദൈവ സകലം. അതുകൊണ്ട് എന്ത് വേണം? ഈ രോഗത്തിൻ്റെ ലക്ഷണം നോക്കിയിട്ടല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. അതിനപ്പുറമായി പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഈ രോഗത്തിന് സൗഖ്യമാൻ ദൈവം കഴിവുള്ള ദൈവമാണെന്ന് സ്തോത്രം അങ്ങനെ പ്രാർത്ഥിപ്പാൻ സ്തോത്രം പറയുവാൻ കഴിയണം. അതിന് വിശ്വാസമാണ്. അതാണ് അകറ്റം ക്ഷമിക്കപ്പെട്ട വ്യക്തിയുടെ രോഗത്തെയാണ് യേശു സൗഖ്യമാകും. അതുകൊണ്ടാണ് അകറ്റമൊക്കെ ക്ഷമിക്കുന്നു, സകല രോഗത്തിന് സൗഖ്യമാകും.